നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം 23 പ്രവൃത്തി ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച കാലിക്കറ്റ് സർവകലാശാല. റെഗുലർ വിഭാഗത്തിൽ എല്ലാ കോഴ്സുകളിലുമായി 62,459 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും 51,469 വിദ്യാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. 82.40% ശരാശരി വിജയ ശതമാനം. വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ എല്ലാ കോഴ്സുകളിലുമായി 22,750 പേർ പരീക്ഷ എഴുതുകയും 14,285 പേർ വിജയിക്കുകയും ചെയ്തു. വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ 62.79% ശരാശരി വിജയ ശതമാനം. വൈസ് ചാൻസലർ ഡോക്ടർ എം.കെ. ജയരാജ് ഫലപ്രഖ്യാപനം നിർവഹിച്ചു. ഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. റെഗുലർ വിഭാഗത്തിൽ BA-ക്ക് 84%, BCom-ന് 87%, BBA-ക്ക് 75%, BCA-ക്ക് 75%, BSc-ക്ക് 78%, BSW-ന് 84%, അഫ്സൽ ഉൽ ഉലമയ്ക്ക് 95% വിജയ ശതമാനം. വിദൂര വിഭാഗത്തിൽ BCom-ന് 58.97%, BBA-ക്ക് 37.96%, BA-ക്ക് 66.48%, BA അഫ്സൽ ഉൽ ഉലമയ്ക്ക് 75.87% വിജയ ശതമാനം. BA വിഭാഗത്തിൽ നമുക്കുള്ള പാസ് പെർസെൻറ്റേജ് 84 ആണ്. BCom വിഭാഗത്തിൽ 87%, BBA വിഭാഗത്തിൽ 75%, BCA 75%, BSc 78%, BSW 84%, അഫ്സൽ ഉൽമ 95%. അങ്ങനെ റെഗുലർ വിദ്യാഭ്യാസത്തിൽ പരീക്ഷ എഴുതിയ 62,459 51,469 പേർ പാസ്സാകുകയും 82.4% വിജയമുണ്ടായി. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ BCom വിഭാഗത്തിൽ 58.97% വിജയം, BBA 37.96%, BA 66.48%, BA അഫ്സൽ ഉൽമ 75.87%. മൊത്തം 22,750 പേർ പരീക്ഷ എഴുതി 14,285 പേരാണ് വിദൂര വിദ്യാഭ്യാസത്തിൽ വിജയിച്ചവർ. 62.71. ഏറ്റവും കൂടുതൽ വിദൂര വിദ്യാഭ്യാസത്തിൽ പരീക്ഷ എഴുതിയത് BA-യിൽ 13,425 ആണ്, 66.48 വിജയ ശതമാനം. BCom-ൽ 8,096 58.97 വിജയ ശതമാനം. ഇതിനുശേഷം ഈ വർഷം നമ്മൾ പുതിയൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉടനെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗ്രാജുവേഷൻ സെറമണി 2024 പ്ലാൻ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ്റെ എണ്ണം അനുസരിച്ച് 5 ജില്ലകളിലായിട്ട് ഗ്രാജുവേഷൻ സെറമണി നടക്കും. അവരെ അപ്ലൈ ചെയ്യാൻ ഈ 20-ാം തീയതി മുതൽ അവർക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യും. അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ജൂൺ എൻഡിലോ ജൂലൈ ആദ്യത്തിലോ തന്നെ ഈ ഗ്രാജുവേഷൻ സെറമണി നടത്തി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൈമാറുന്നതുമാണ്. ഇത്തരത്തിൽ മറ്റ് സർവകലാശാലകൾക്ക് മാതൃകയായി പരീക്ഷാ വിഭാഗം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് വീണ്ടും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ജൂൺ ആദ്യവാരത്തോടെ ഗ്രേഡ് കാർഡ് വിതരണം തുടങ്ങും. ബിരുദ, റെഗുലർ, വിദൂര വിഭാഗം കോഴ്സുകളുടെ 6ാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ 1 മുതൽ 12 വരെയാണ് നടന്നത്. 428 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 85,209 വിദ്യാർത്ഥികൾ എഴുതിയ 4,30,182 ഉത്തരക്കടലാസുകൾ തപാൽ വകുപ്പ് മുഖേനയാണ് മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. 22 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലെ 148 ക്യാമ്പുകളിലായി മെയ് 2 മുതൽ 7 വരെ അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തി. അനുബന്ധ ജോലികൾ പരീക്ഷാഭവനിലെ ജീവനക്കാർ സമയബന്ധിതമായി പൂർത്തീകരിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന്റെ ക്ലാസ്, മൈക്രോ ഒബ്സർവർ ജോലി, തെരഞ്ഞെടുപ്പ് ജോലികൾ എന്നിവയ്ക്കിടയിലും പരീക്ഷാ ജോലികൾ ചെയ്ത ജീവനക്കാരെ വൈസ് ചാൻസലർ ഡോക്ടർ എം.കെ. ജയരാജ്, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം. നാസർ, പരീക്ഷാ സ്ഥിരം സമിതി കൺവീനർ ഡോക്ടർ ടി. വസുമതി എന്നിവർ പ്രത്യേകം അനുമോദിച്ചു. നമ്മൾ പല ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തിയത്. ആദ്യം നമ്മൾ B.Ed-നും അതിനുശേഷം ലോ LLB
വിഭാഗത്തിലുമാണ് ഈ ബാർകോഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അതിനുശേഷം ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന വിദ്യാർത്ഥികളുടെ 5th സെമസ്റ്ററിലും നമ്മൾ ഈ ബാർകോഡിംഗ് സംവിധാനവും നടപ്പിലാക്കി. ഇന്ന് 85,000 വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. റെഗുലർ മോഡിൽ ഏകദേശം 62,459 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും 51,469 വിദ്യാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. ശരാശരി 82.4 ആണ് വിജയ ശതമാനം. വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ 22,750 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും 14,285 വിദ്യാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. വിജയ ശതമാനം 62.79 ആണ്. ഈ പരീക്ഷാ നടത്തിപ്പും അതിനുശേഷമുള്ള റിസൾട്ട് പബ്ലിക്കേഷനും തമ്മിലുള്ള ദിവസങ്ങൾ വെറും 23 ദിവസങ്ങൾ കൊണ്ടാണ് റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. കൂടാതെ റീവാലുവേഷൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 10 ദിവസത്തിനകം റീവാലുവേഷൻ നടത്തി കൊടുത്തതാണ്. ഇതും നമ്മളെ റീവാലുവേഷൻ 10 ദിവസത്തിനുള്ളിൽ നടത്തി കൊടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് 28-ാം തീയതി വരെ റീവാലുവേഷനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ടാകും. അതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള റീവാലുവേഷൻ റിസൾട്ടും കൊടുക്കും. മുൻകാലങ്ങളിൽ ഇത് നമുക്ക് പലപ്പോഴും വളരെയധികം ഡിലേ വരികയും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വീണ്ടും പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ റിസൾട്ട് പ്രഖ്യാപനവും. ജൂൺ ആദ്യദ്വാരത്തോടു കൂടി തന്നെ റീവാലുവേഷനും ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ ഗ്രീവൻസും തീർത്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എത്തുകയും അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് 350ഓളം അഫിലിയേറ്റഡ് കോളേജുകളാണ് ഉള്ളത്. അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം പ്രത്യേകത ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഈ 23 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കൈമാറാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ളതാണ്. ചടങ്ങിൽ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ DP ഗോഡ്വിൻ സാംരാജ, രജിസ്ട്രാർ ഡോക്ടർ EK സതീഷ്, സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് LG ലിജീഷ്, ഡോക്ടർ PP പ്രദ്യുപ്നൻ, സെനറ്റ് അംഗം VS നിഖിൽ, കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർ ഡോക്ടർ VL ലജീഷ്, ഫിനാൻസ് ഓഫീസർ V അൻവർ, ജോയിന്റ് രജിസ്ട്രാർ V സുരേഷ്, പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.